നമസ്കാരം. മഹാത്മാഗാന്ധി സർവകലാശാല 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി 1ാം വർഷ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് 2ാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് ഗദ്യരാജി എന്നുള്ളത്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ലേഖനങ്ങളിലെ ഒരു ലേഖനമാണ് കടൽ കൊണ്ട് എഴുതിയ ജീവിതം എന്നുള്ള ലേഖനം. ഇത് രചിച്ചിരിക്കുന്നത് RB ശ്രീകലയാണ്. ഈ ലേഖനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ട് സ്വാഗതം. നമ്മൾ ഈ ലോക സാഹിത്യ കൃതികളിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ക്ലാസിക് നോവലുകൾ ഒന്നാണ് ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ, അതായത് കിഴവനും കടലും എന്നുള്ള നോവൽ. ഇത് രചിച്ചിരിക്കുന്നത് ഏണസ്റ്റ് ഹെമിംഗ്വേ ആണ്. ഈ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ജീവിതവും അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതവും ഒക്കെ താരതമ്യപ്പെടുത്തുകയും പ്രത്യേകിച്ച് ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്നുള്ള ഈ നോവലിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള പഠനവുമാണ് കടൽ കൊണ്ട് എഴുതിയ ജീവിതം എന്ന ലേഖനത്തിൽ നിർവഹിക്കുകയും ചെയ്യുന്നത്. ഇവിടെ ആദ്യമേ ഈ ലേഖനത്തിൽ ഹെമിംഗ്വേയുടെ വ്യക്തിത്വവും ജീവിതാവസ്ഥകളൊക്കെ പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയ കിഴവനും കടലും ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന കൃതിയെ വ്യത്യസ്തമായ തലങ്ങളിൽ വെച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുകയാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഈ നോവല് ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന നോവല് വളരെ വലിയൊരു അത്ഭുതം തന്നെയാണ് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം കഷ്ടിച്ചൊരു 90 പേജുകൾ മാത്രമുള്ള ഒരു ചെറിയൊരു കൃതിയാണ്. ആ കൃതിയിലൂടെയാണ് അദ്ദേഹം ഈ തൻ്റെ ജീവിതവും എല്ലാം സർഗാത്മകതയും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ആ നോവലിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഏറ്റവും ചെറിയൊരു നോവലിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതാണ് പുലിസ്റ്റർ അവാർഡ് നേടിയിട്ടുണ്ട്, നോബൽ സമ്മാനം നേടിയിട്ടുണ്ട്. ഇങ്ങനെ പല പല കാര്യങ്ങൾ നേടാൻ വേണ്ടി സഹായിച്ച ഒരു ചെറിയൊരു ഗ്രന്ഥമാണ് ഈ അതിമനോഹരമായിട്ടുള്ള ഈ നോവല്. ഈ ഹെമിംഗ്വേയുടെ കൃതികളിലെ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടത് അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൊക്കെ ജീവിതവും സാഹസികതയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതേ രീതിയിൽ തന്നെ ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന നോവലിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു പ്രദർശിപ്പിക്കല്, അതുപോലെ തന്നെ സാഹസികത, ഈ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുന്നുണ്ട് ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന നോവലിൽ. അപ്പൊ ഈ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ സാന്റിയാഗോവിനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ നോവലും ഈ ലേഖനമൊക്കെ മുന്നോട്ട് പോകുന്നത്. ആ നോവലിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് സാന്റിയാഗോ, ഒരു സഹായിട്ട് വരുന്നൊരു കുഞ്ഞ് കുട്ടിയുണ്ട്, മനോരിൽ നിന്ന് വരുന്ന കുട്ടി. അതോടൊപ്പം തന്നെ ഈ സാന്റിയാഗോ പിടിക്കുന്ന മാർലിൻ മത്സ്യമുണ്ട്, ഈ മത്സ്യത്തെ ആക്രമിക്കുന്ന സ്രാവുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. ഈ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ ഹെമിംഗ്വേയുടെ ജീവിത പശ്ചാത്തലത്തിലേക്കാണ് ആദ്യത്തെ ഭാഗത്തൊക്കെ കടന്നു പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ ഇദ്ദേഹം ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന നോവൽ എഴുതുന്നത് അദ്ദേഹത്തിന്റെ ഏണസ്റ്റ് ഹെമിംഗ്വേ തന്റെ 44ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അതിസാഹസികമായിട്ടുള്ള ഈ നോവല് അദ്ദേഹം രചിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് കുറേയൊക്കെ ദുരന്തങ്ങളുള്ളതാണ്, അതോടൊപ്പം തന്നെ അതിസാഹസികത നിറഞ്ഞിട്ടുള്ളതാണ്. അതോടൊപ്പം ഒന്നിനെയും വകവയ്ക്കാത്ത ധൈര്യപൂർവ്വമുള്ള ഒരു ജീവിതമാണ് അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് നമ്മൾ കാണുന്നത്. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണവും ഒക്കെ വളരെ ദുരന്തപൂർണമായിട്ടൊരു മരണമായിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവ് 1922 ഡിസംബർ മാസത്തിൽ ഈ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ പിതാവ് ഡോക്ടർ ഹെമിംഗ്വേ വായിൽ തോക്ക് തിരുകിയിട്ട് അതിൽ നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. ഇതേ രീതിയിൽ തന്നെയായിരുന്നു ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ മരണവും. അദ്ദേഹം 1961 ജൂലൈ 1-ാം തീയതി ഈ ഹെമിംഗ്വേ കുടുംബം മുഴുവനും ഒരു യാത്ര ചെയ്യുകയായിരുന്നു. പിറ്റേ ദിവസം പ്രഭാതത്തില് ഇദ്ദേഹം തന്റെ പിതാവിനെ പോലെ തന്നെ ഈ വായില് തോക്ക് വെച്ച് നിറയൊഴിച്ച് അങ്ങനെ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിന് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ജീവിതം അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണത്തിന് ശേഷം വളരെ സംഭവബഹുലമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. ഇദ്ദേഹം ഏണസ്റ്റ് ഹെമിംഗ്വേ തന്റെ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം 17ാമത്തെ വയസ്സിൽ പത്രത്തിൽ ജോലി നോക്കാൻ വേണ്ടി തുടങ്ങി. പിന്നീട് 1-ാം ലോക മഹായുദ്ധ കാലത്ത് അദ്ദേഹം ഒരു ആംബുലൻസ് ഡ്രൈവറായിട്ട് ജോലി നോക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഈ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് പ്രധാനമായിട്ടും 3 കാര്യങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ എന്ന് പറയുന്നത്. 1 ഫുട്ബോൾ കളി, 2 ബോക്സിങ്, 3 മീൻപിടുത്തം. ഈ 3 കാര്യങ്ങൾ അദ്ദേഹത്തിന് ഏറ്റവും ആഗ്രഹവും താല്പര്യവുമുള്ള മേഖലകളായിരുന്നു. ഈ 3 കാര്യത്തിന്റെ കൂടെ തന്നെ സാഹസികമായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെ ഇദ്ദേഹത്തിന് ഏണസ്റ്റ് ഹെമിംഗ്വേക്ക് വളരെയധികം താല്പര്യം ഉള്ള ഒരു വ്യക്തിയും കൂടെയായിരുന്നു അദ്ദേഹം. ഹെമിംഗ്വേയെ കുറിച്ച് വീട്ടുകാർക്ക്, അമ്മയ്ക്കൊക്കെ വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മകൻ നല്ല ഉന്നത ബിരുദം നേടണം എന്നൊക്കെയായിരുന്നു വീട്ടുകാരുടെ ആഗ്രഹം. പക്ഷെ ഹെമിംഗ്വേയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ യുദ്ധരംഗത്തേക്കുള്ള റിക്രൂട്ട്മെന്റിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒത്തിരിയധികം ഓഫീസുകളൊക്കെ സമീപിക്കുകയും ചെയ്തിരുന്നത്. പക്ഷെ ഈ ഹെമിംഗ്വേ ബോക്സിങ്ങിലും താല്പര്യമുള്ള ഒരാളായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബോക്സിങ്ങിൽ അദ്ദേഹത്തിന് ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹെമിംഗ്വേക്ക് യുദ്ധരംഗത്തേക്ക് റിക്രൂട്ടിങ്ങിൽ പോകാൻ വേണ്ടി പറ്റാതെ യുദ്ധരംഗത്തേക്കുള്ള റിക്രൂട്ടിങ്ങിൽ അദ്ദേഹം ബഹിഷ്കൃതനാകുകയാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം ഇറ്റാലിയൻ യുദ്ധരംഗത്തേക്ക് അമേരിക്കയുടെ റെഡ് ക്രോസ് വോളണ്ടിയർ സംഘത്തിന്റെ ആംബുലൻസ് ഡ്രൈവറായിട്ട് അദ്ദേഹം സേവനം ചെയ്യുന്നുണ്ട്. പിന്നീട് 1918 മെയ് മാസത്തിൽ ഹെമിംഗ്വേ യൂറോപ്പിലേക്ക് പോവുകയും ചെയ്യാണ്.
വീട്ടുകാരുടെ താല്പര്യം ഈ ഹെമിംഗ്വേ ഉന്നത ബിരുദം നേടണമെന്നായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരുടെ ആഗ്രഹിച്ച ആ വഴിയിൽ കൂടെ ഏണസ്റ്റ് ഹെമിംഗ്വേ നടക്കാത്തത് കൊണ്ട് തന്നെ ഈ ഇദ്ദേഹത്തോട് വീട്ടുകാർക്കും വലിയ താല്പര്യം ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് പിന്നീട്. ഏണസ്റ്റ് ഹെമിംഗ്വേയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അടുക്കും ചിട്ടിയുമായിട്ട് വളരെ സ്വസ്ഥമായിട്ടൊരു ജീവിതം ഒരിക്കലും അദ്ദേഹത്തിന് വിഭാവനം ചെയ്യാൻ പോലും പറ്റാത്ത ഒന്നായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, കുറച്ചെങ്കിലും വേദനയും സാഹസികതയും ഇല്ലെങ്കിൽ ജീവിതത്തിന് ഒരു സുഖവുമില്ലാന്ന്. അപ്പോൾ ആത്മകഥയിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നതാണ് ആത്മകഥയിൽ. അപ്പോൾ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അദ്ദേഹം സാഹസികതയെ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു, ജീവിതത്തിലെ വീരപരമായിട്ടുള്ള വീരസാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അദ്ദേഹം എത്രമാത്രം ആഗ്രഹിച്ചിരുന്നത് ഈ വരികളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇദ്ദേഹം 1920 ചിക്കാഗോയിലെത്തി. അവിടെ അദ്ദേഹം റിപ്പോർട്ടുകളും ലേഖനങ്ങളൊക്കെ എഴുതി കൊടുത്ത് അവിടെ അദ്ദേഹം ജീവിക്കുകയാണ്, ഏണസ്റ്റ് ഹെമിംഗ്വേ ജീവിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം അവിടുന്ന് മേരി ഹാഡ്ലി റിച്ചാർഡ്സണുമായിട്ട് പരിചയപ്പെടുകയും അവര് പ്രണയത്തിലാവുകയും തുടർന്ന് അവര് വിവാഹം കഴിക്കുകയും ചെയ്തു. 23-ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം ഏണസ്റ്റ് ഹെമിംഗ്വേ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ അവരുടെ വിവാഹത്തിന് ശേഷം മേരി ഹാഡ്ലി റിച്ചാർഡ്സിനെയും കൂടെ കൂട്ടിയിട്ട് അദ്ദേഹം വീണ്ടും യൂറോപ്പിലേക്ക് യാത്രയാകാണ്. അങ്ങനെ യൂറോപ്പിൽ ചെല്ലുന്നത് 23-ാമത്തെ വയസ്സിലാണ് യൂറോപ്പിലേക്ക് ചെല്ലുന്നത്. അതിനുശേഷം 24-ാമത്തെ വയസ്സിൽ ഹെമിംഗ്വേയുടെ ആദ്യത്തെ പുസ്തകം പുറത്തു വരികയാണ്. അത് പേരെന്ന് പറയുന്നത് 3 കഥകളും 10 കവിതകളും എന്നുള്ളതാണ്. 1923 അത് പ്രസിദ്ധീകരിക്കുന്നത്. ഹെമിംഗ്വേയുടെ രചനകൾ എന്ന് പറയുന്നത് അന്ന് അത്രയ്ക്കും പ്രസിദ്ധമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി അധികം ആളുകൾ തയ്യാറായില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകം എങ്ങനെയൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. എങ്കിലും അത് ഒത്തിരി പ്രസിദ്ധമല്ലാത്തത് കൊണ്ട് തന്നെ ഏകദേശം 170 കോപ്പികളാണ് ആദ്യത്തെ പ്രസിദ്ധീകരണത്തിൽ അച്ചടിച്ചത്. അതേ വർഷം തന്നെ 1923 തന്നെ വസന്തപ്രവാഹങ്ങൾ എന്ന ഒരു പുതിയൊരു നോവലും അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വരികയും ചെയ്തു. അദ്ദേഹം ഇങ്ങനെ ചിക്കാഗോയിൽ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് തന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് ഇങ്ങനെ ജീവിതം അടുക്കുമ്പോൾ അദ്ദേഹം സ്പെയിനിൽ പോയിട്ട് കാളപ്പോര് കാണും. പിന്നെ ഇടയ്ക്ക് ബോക്സിംഗ് ഗ്രൗണ്ടിൽ, പഴയ ഓർമ്മകളുടെ ബോക്സിംഗ് ഗ്രൗണ്ടിൽ ചെന്ന് എതിരാളികളൊക്കെ ഇടിച്ചു വീഴ്ത്തും. അങ്ങനെ ഉള്ളൊരു സാഹസികതയും കൂടെ ജീവിതത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ അടുത്തൊരു കൃതി കൂടി അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി. മെൻ വിത്തൗട്ട് വിമൻ എന്നൊരു കൃതിയും കൂടെ അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി. കുറച്ചു കാലം കഴിയുമ്പോഴേക്കും അദ്ദേഹം തന്റെ ഭാര്യയായിട്ടുള്ള മേരി ഹാഡ്ലി റിച്ചാർഡ്സണുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി. പിന്നീട് വോഗ് മാസികയുടെ പാരീസ് ലേഖികയായിട്ടുള്ള പോളിൻ ഫീഹറെ അദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ സ്ത്രീയായിട്ട് വിവാഹബന്ധം വേർപെടുത്തുന്നുണ്ട്. പിന്നീട് ഒരു 2 പ്രാവശ്യം കൂടെ ഹെമിംഗ്വേ വിവാഹം കഴിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹെമിംഗ്വേയുടെ ജീവിതത്തിന്റെ ഒരു 4 പ്രത്യേകതകളും കൂടെ ഇവിടെ ലേഖക പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അതിന് ഹെമിംഗ്വേയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയുന്നത് ഒരു സ്ത്രീ വിദ്വേഷിയായിരുന്നു ഹെമിംഗ്വേ. അപ്പോൾ ഇത് ഇങ്ങനെ സ്ത്രീ വിദ്വേഷം തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് സ്വന്തം അമ്മയോടുള്ള വെറുപ്പിൽ നിന്നാണ് ഈ ഹെമിംഗ്വേയുടെ ജീവിതത്തിൽ സ്ത്രീ വിദ്വേഷം തുടങ്ങിയത് എന്ന് ഹെമിംഗ്വേ തന്നെ എഴുതുന്നുണ്ട്. കാരണം ഹെമിംഗ്വേ വിചാരിച്ചിരുന്നു തന്റെ അച്ഛനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് അമ്മയാണെന്ന് ഏണസ്റ്റ് ഹെമിംഗ്വേ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ, അതായത് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ പിതാവിന്റെ ആത്മഹത്യക്ക് ഉപയോഗിച്ച തോക്ക് ഈ അമ്മ തന്നെ ഏണസ്റ്റ് ഹെമിംഗ്വേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഇതൊക്കെ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ മനസ്സിൽ അമ്മയോട് ഭയങ്കരമായിട്ടൊരു വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ വിദ്വേഷിയായിരുന്നു ഏണസ്റ്റ് ഹെമിംഗ്വേ. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ ചേർത്ത് വെക്കുന്നത് സാഹസികമായിട്ട് ജീവിക്കാൻ ശീലിച്ച ഒരു എഴുത്തുകാരനായിരുന്നു ഹെമിംഗ്വേ. അതായത് സാഹസികതയോട് കൂടുതൽ താല്പര്യങ്ങളും ഒരു അഭിനിവേശവും ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ജീവിതത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. മൂന്നാമത്തെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ കാണുന്നത് സ്ത്രീകളെ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്നതിൽ മനസാക്ഷി കുത്തില്ലാത്ത ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. അതായത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെ ഉപയോഗിക്കുക, വലിച്ചെറിയുക, അതിൽ വലിയ മനസാക്ഷി കുത്തൊന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാൻ വേണ്ടി സാധിച്ചില്ല. നാലാമത്തെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് എഴുത്തുകാരന്റെ ആർദ്ര ഭാവങ്ങൾക്ക് അതീതമായിരുന്നു ഹെമിംഗ്വേയുടെ മനസ്സ്. അതായത് സാധാരണ എഴുത്തുകാര് ഒരു ആർദ്ര ഭാവത്തോടുകൂടി, ദയാവായ്പോടുകൂടിയ, കരുണയോടുകൂടിയൊക്കെ കൂടുതൽ രചനകൾ എഴുതുമ്പോഴും അതിൽ നിന്നൊക്കെ അതീതമായിട്ട് സാഹസികതയും അതുപോലെ തന്നെ ധീരതയും യുദ്ധങ്ങളും മൽപ്പിടുത്തങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരുതരം എഴുത്തായിരുന്നു ഹെമിംഗ്വേയുടെ എഴുത്ത്. അപ്പൊ ഇങ്ങനെ ഒരു 4 പ്രത്യേകതയും കൂടെ ഇവിടെ വരച്ചു വെക്കാൻ വേണ്ടിയിട്ട് ലേഖിക ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഹെമിംഗ്വേ സ്പാനിഷ് ആഭ്യന്തര യുദ്ധകാലത്ത് അവിടെ ഒരു വാർത്താലേഖകനായിട്ട് ജോലി നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ സമയത്താണ് ഇങ്ങനെ ഈ വാർത്താലേഖകനായിട്ട് ജോലി നോക്കുമ്പോൾ എല്ലാ രംഗങ്ങളിലും പോയിട്ട് വാർത്തകൾ ശേഖരിക്കണം. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് 1940 മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്ന നോവൽ അദ്ദേഹം രചിക്കുകയും ചെയ്യുന്നത്. പിന്നീട് 1952 ഹെമിംഗ്വേയുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന കിഴവനും കടലും
അതായത് ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന പേരുള്ള നോവല് പുറത്തു വരികയും ചെയ്തത്. ആ നോവല് അതേ വർഷം തന്നെ 1952 തന്നെ പുലിസ്റ്റർ പുരസ്കാരത്തിന് അർഹമാകുന്നുണ്ട്. പിറ്റേ വർഷം നോബൽ സമ്മാനവും ഹെമിംഗ്വേക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ നോബൽ സമ്മാനം ലഭിക്കാനുള്ള ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി സ്വാധീനിച്ചത് ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന പേരുള്ള ഈ നോവൽ തന്നെയാണ്. ഹെമിംഗ്വേയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ജനങ്ങളുടെ, തന്റെ വായനക്കാർക്ക് അവരുടെ വൈകാരികമായിട്ട് തലത്തെ സ്പർശിക്കാൻ വേണ്ടിയിട്ടും അവരുടെ മാനസികമായിട്ട് തലങ്ങളെ സ്പർശിക്കാൻ വേണ്ടിയിട്ടും എല്ലാം അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഹെമിംഗ്വേ മരിച്ചപ്പോൾ അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ട് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോൺ എഫ് കെന്നഡി ഇപ്രകാരം പറഞ്ഞത്: അമേരിക്കക്കാരുടെ വൈകാരികവും മാനസികവുമായ ഭാവങ്ങളെ ഇത്ര ബലമായി സ്പർശിക്കാൻ ഹെമിംഗ്വേയോളം ശക്തനായി മറ്റൊരാൾ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞത്, ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞത്. അപ്പൊ അത്രത്തോളം ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഹെമിംഗ്വേയുടെ രചനകൾക്ക് സാധിച്ചിരുന്നു. ഈ കിഴവനും കടലും എന്നുള്ള നോവല് അത് ഈ ഹെമിംഗ്വേയുടെ ആത്മാംശമുള്ള, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ ആവിഷ്കരിക്കുന്ന ഒരു നോവലാണെന്ന്, ആത്മാംശമുള്ള ഒരു നോവലാണെന്ന് നിരൂപകന്മാരൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഈ നോവലിലുള്ള ഈ കിഴവന്റെ നിശ്ചയദാർഢ്യമാണ്. അതായത് സാന്റിയാഗോ എന്ന പേരുള്ള ആ ഒരു കിഴവനായിട്ടുള്ള മനുഷ്യനാണ് ഈ നോവലിന്റെ കേന്ദ്ര കഥാപാത്രം. അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യമാണ് ഇത് ഹെമിംഗ്വേയുടെ ഒരു ആത്മ അംശമുള്ള ഒരു നോവൽ തന്നെയാണെന്ന് പറയാൻ കാരണം. കാരണം ഹെമിംഗ്വേയും നിശ്ചയദാർഢ്യമുള്ള, ധൈര്യമുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നോവൽ എന്ന് പറയുന്നത് സാന്റിയാഗോ എന്ന പേരായിട്ടുള്ള ഒരു കിഴവൻ, അദ്ദേഹം മത്സ്യം പിടിക്കാൻ വേണ്ടി പോകുന്നു. കിഴവനായിട്ടുള്ള അദ്ദേഹം മാർലിൻ എന്ന മത്സ്യവും തമ്മിലുള്ള പോരാട്ടത്തിന്റെയും കീഴടക്കലിന്റെ ഒക്കെ കഥയാണ് ഈ നോവല് പറയുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു സംഘം സ്രാവുകളുമായിട്ട് നടന്ന പോരാട്ടവും ഇതിലെ പ്രമേയമായിട്ട് വരുന്നുണ്ട്. അതായത് മാർലിൻ മത്സ്യത്തെ ഇദ്ദേഹം പിടിച്ച് കരയിലേക്ക് ഈ തന്റെ തോണിയോട് ചേർത്ത് കെട്ടിവലിച്ചു കൊണ്ടുവരുമ്പോൾ സ്രാവുകൾ ആക്രമിച്ച് ആ മത്സ്യത്തെ തിന്നാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ സ്രാവുകളോടും അദ്ദേഹം ചാട്ടുളി എറിഞ്ഞ സ്രാവുകളെയൊക്കെ കൊന്ന് അതിനോട് പോരാടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പോരാട്ടത്തിന്റെയും ഒക്കെ കാര്യം കൂടെ ഈ നോവലിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തില് ഒറ്റയാനായിട്ടുള്ള ഒരു മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ദർശനമാണ് ഈ നോവല് പങ്കുവയ്ക്കുന്നത്. അതായത് ഒറ്റയ്ക്കൊരു മനുഷ്യൻ എല്ലാത്തിനോടും, അദ്ദേഹത്തെ എല്ലാ ആളുകളും പുച്ഛിക്കുന്നുണ്ട്, ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും അവഹേളിക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു. കടല് പോലും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. 80 ദിവസത്തോളം അദ്ദേഹത്തിന് മീനൊന്നും കിട്ടുന്നില്ല. അങ്ങനെ അവസാനം അദ്ദേഹത്തിന് ഒരു മാർലിൻ മത്സ്യത്തെ കിട്ടുമ്പോൾ സ്രാവുകൾ അദ്ദേഹത്തിന്റെ മത്സ്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാറ്റിനോടും പൊരുതി ജയിക്കുന്ന ഒറ്റയാനായ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ഒരു ദർശനമാണ് ഈ കിഴവനും കടലും എന്ന പേരുള്ള ഈ നോവല് നമുക്ക് നൽകുകയും ചെയ്യുന്നത്. ഈ നോവലിന്റെ ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന നോവലിന്റെ ഏറ്റവും ചുരുക്കം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വാക്യമുണ്ട്: എ മാൻ ക്യാൻ ബി ഡിഫീറ്റഡ് ബട്ട് എ മാൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബട്ട് കനോട്ട് ബി ഡിഫീറ്റഡ് എന്ന പേരുള്ള വാചകം. അതായത് മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി കഴിയും, പക്ഷെ പരാജയപ്പെടുത്താനാവില്ല. എ മാൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബട്ട് കനോട്ട് ബി ഡിഫീറ്റഡ് എന്നത് ഈ നോവലിൽ സാന്റിയാഗോ എന്ന പേരുള്ള ആളുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതാണ്. അത് ഈ നോവലിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടൊരു മഹാസത്യമായിട്ടൊരു സന്ദേശമായിട്ടും കൂടെ നമ്മൾ കാണേണ്ടതാണ്. കിഴവനും കടലും എന്ന പേരുള്ള ഈ നോവല് നോബൽ സമ്മാനം നേടിയതാണ്. അപ്പൊ അതിന് അർഹമായതിന്റെ കാരണം ഈ നോബൽ സമ്മാന കമ്മിറ്റിക്കാര് പറയുന്നത് ഇപ്രകാരമാണ്: നോവലിന്റെ ആഖ്യാന ശൈലി ശ്രദ്ധേയമാണ്. പദാവലികളുടെ മിതത്വവും ശക്തിയും ഈ കൃതിയെ ഉന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു. വികാര തീവ്രമായ മുഹൂർത്തങ്ങളിലൂടെയും ജീവിതത്തിന്റെ അപരിമേയത വ്യക്തമാക്കുന്ന കൃതിയാണിത്. ലളിതവും ആകർഷകവുമായിട്ടുള്ള ശൈലി, ഓജസ്സുള്ള ഭാഷ, ശില്പഭംഗിയുള്ളൊരു കലാസൃഷ്ടിയാണ് ഈ നോവൽ. അപ്പോൾ ഈ നോബൽ കമ്മിറ്റി അവര് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഈ നോവലിനെ കുറിച്ച് അതിലെ ആഖ്യാന ശൈലി, ശ്രദ്ധേയമായിട്ടുള്ള ആഖ്യാന ശൈലി, അതോടൊപ്പം തന്നെ ഇതില് ഈ നോവൽ നമുക്കറിയാം ഏകദേശം 90 പേജുള്ളൂ. അതുകൊണ്ട് തന്നെ പദാവലികളുടെ മിതത്വവും ശക്തിയും, അതായത് കുറച്ച് വാക്കുകളിലൂടെ വളരെ ശക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ലളിതവും ആകർഷകവുമായിട്ടൊരു ശൈലിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ ഓജസ്സുള്ള നല്ലൊരു ഭാഷ, ശില്പഭംഗിയുള്ള നല്ലൊരു മനോഹരമായിട്ടുള്ള ശില്പം കൊത്തിയെടുക്കുന്ന പോലെയുള്ള മനോഹരമായിട്ടുള്ള ഒരു കലാസൃഷ്ടിയും കൂടിയാണ് ഇത് എന്ന് നോബൽ കമ്മിറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ നോവലില് ഇദ്ദേഹത്തെ സാന്റിയാഗോ എന്ന പേരിൽ കിഴവനെ കുറിച്ച് ആഖ്യാനം ചെയ്യുമ്പോൾ അയാളുടെ കണ്ണുകളെ കുറിച്ച് നോവലിസ്റ്റ് ഹെമിംഗ്വേ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതായത് കിഴവന്റെ കണ്ണുകൾ ഒഴികെ മറ്റെല്ലാം പഴക്കം ചെന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ തോണി പോലും എല്ലാം പഴക്കം ചെന്നിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് കടലിന്റെ അതേ നിറമാണെന്നും കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. ഉല്ലാസം നിറഞ്ഞ, തോൽവി അറിയാത്ത കണ്ണുകൾ. അതായത് പ്രതീക്ഷയുള്ള, എല്ലാറ്റിനെയും ധീരമായിട്ട് നേരിടുന്ന ചുറുചുറുക്കുള്ള കണ്ണുകളായിരുന്നു അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന് എന്താ പറയുക, തോണിയും എല്ലാം പഴക്കം നിന്നാണെങ്കിലും അദ്ദേഹത്തിന്റെ കണ്ണുകൾ എപ്പോഴും ധൈര്യമുള്ള, ധീരതയുള്ള കണ്ണുകളാണെന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി അദ്ദേഹം ഈ പലപ്പോഴും നിദ്രയിലെ
അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വരാറുള്ള സിംഹങ്ങളായിരുന്നു. അദ്ദേഹം സിംഹമായിട്ട് മല്ലടിക്കുന്നതിനെ കുറിച്ചൊക്കെയായിരുന്നു അദ്ദേഹത്തിന് സ്വപ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെയും ക്രിസ്തുവിന്റെ തിരുഹൃദയത്തിന്റെയും കന്യകാമറിയത്തിന്റെ ചിത്രങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിലേക്ക് എപ്പോഴും വരാറുണ്ടായിരുന്നു എന്നും കൂടെ സാന്റിയാഗോയെ കുറിച്ച് ഹെമിംഗ്വേ ഇവിടെ എടുത്തു പറയാണ്. അദ്ദേഹം ഒരിക്കലും കൊടുങ്കാറ്റുകൾ അല്ലെങ്കിൽ സ്ത്രീകൾ, മൽപിടുത്തങ്ങളോ പോരാട്ടങ്ങളെയോ ഭാര്യയോ ഒന്നും അദ്ദേഹം സ്വപ്നം കണ്ടില്ല. അദ്ദേഹം ആഫ്രിക്കൻ കടലോരത്തെ സിംഹങ്ങളെ കുറിച്ച് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം എന്നുകൂടെ ഹെമിംഗ്വേ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. നമ്മൾ പൊതുവെ നമ്മുടെ സമൂഹത്തിലൊക്കെ കാണുന്നത് ഒരാളെ ഏകാഗിയായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ വാർദ്ധക്യം പിടിപെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഏകാന്ത ജീവിതത്തെ വാർദ്ധക്യത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ഒരു പോരാളിയുടെ മാനസിക വൃത്തിയാണ് ഈ നോവലിൽ ഹെമിംഗ്വേ അവതരിപ്പിക്കുന്നത്, സാന്റിയാഗോ എന്ന വൃദ്ധനിലൂടെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പ്രായമായിട്ടും ഒരു ധീരമായിട്ടുള്ള ഒരു പോരാളിയെ പോലെ ഏകാഗിയായിട്ട് അദ്ദേഹം ജീവിക്കുകയാണ്. നിസ്സഹായനാകാനോ അല്ലെങ്കിൽ തളർന്നു പോകാനോ ഒരിക്കലും അയാൾ ഒരുക്കമാകുന്നില്ല. പകരം ആത്മവീര്യത്തോടുകൂടെ തന്നെ ജീവിതത്തെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഈ നോവലിൽ സാന്റിയാഗോ എന്ന കിഴവൻ ശ്രമിക്കുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരുമ്പെട്ടവന്റെ യാത്രയാണ് അദ്ദേഹം നടത്തുന്നത് ഇവിടെ പറയുകയാണ്. അതായത് എന്തിനും തയ്യാറായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഒരു മനോധൈര്യമുള്ള ഒരു വ്യക്തിയാണ് സാന്റിയാഗോ എന്ന വൃദ്ധനിലൂടെ ഈ നോവലിൽ ഈ ഹെമിംഗ്വേ വരച്ചു വെക്കുകയും ചെയ്യുന്നത്. ധീരതയെക്കുറിച്ച് കൂടുതൽ പരാമർശിച്ചുകൊണ്ട് ഈ നോവൽ എഴുതുമ്പോഴും ഈ എഴുത്തുകാരൻ സമുദ്രത്തെയും മത്സ്യങ്ങളെയും കടൽ ജീവികളെയും ആകാശത്തിന്റെ നിറഭേദങ്ങളെയൊക്കെ കൃത്യമായിട്ട് ഈ നോവലിൽ പകർത്തി വെക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം നമുക്കറിയാം ഏണസ്റ്റ് ഹെമിംഗ്വേ അദ്ദേഹം ഒരു ചൂണ്ടയിടലിൽ വിദഗ്ധനായിട്ടൊരു മനുഷ്യനും കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചൂണ്ടയിടലിന്റെ ഈ ഭൗതികമായിട്ടുള്ള തന്ത്രങ്ങളെ ഹെമിംഗ്വേ വളരെ വ്യക്തമായിട്ട് ഈ നോവലിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം മീൻപിടുത്തത്തിന്റെ പ്രായോഗികമായിട്ടുള്ള തന്ത്രങ്ങളും അദ്ദേഹം കൃത്യമായിട്ട് നോവലിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യബന്ധന തന്ത്രം പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സൂക്ഷ്മ ചലനങ്ങൾ പോലും കൃത്യമായിട്ട് ഏണസ്റ്റ് ഹെമിംഗ്വേ ഈ നോവലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ സാന്റിയാഗോ എന്ന വൃദ്ധൻ ഒറ്റയ്ക്കാണ് കടലിലേക്ക് പോകുന്നത്. മനോരൻ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെങ്കിലും മനോരൻ പിന്നെ അദ്ദേഹത്തെ വിട്ടു മാറി പോകുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് ദുർബലനാണ് താനെന്ന ചിന്ത ഒരിക്കലും ആ കിഴവന്, സാന്റിയാഗോ എന്ന മനുഷ്യന് ഉണ്ടാകുന്നതില്ല. ഒറ്റയ്ക്ക് ഏകാന്തതയിൽ പോലും അദ്ദേഹം ധൈര്യം കണ്ടെത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ നോവലിലെ മറ്റൊരു വിഷയമാണ് മരണം എന്നുള്ളത്. ഈ നോവലിലെ പ്രത്യേകമായിട്ടൊരു വിഷയമാണ്. എന്ന് വെച്ചാൽ ഈ വൃദ്ധന്റെ മരണമല്ല, ബാക്കിയൊരു മരണം എന്നുള്ള സങ്കല്പവും എല്ലാം ഈ നോവലിൽ കൃത്യമായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ തന്റെ ചൂണ്ടയിൽ കുടുങ്ങിയ മീനിനോട് കിഴവൻ സാന്റിയാഗോ പറയുന്നുണ്ട്, മീനെ, ഞാൻ നിന്നെ വളരെയേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു, എങ്കിലും ഈ പകൽ അവസാനിക്കും മുമ്പ് ഞാൻ നിന്നെ കൊല്ലും. അപ്പൊ ഇങ്ങനെ ഈ സാന്റിയാഗോ പറയുന്ന ഒരു യോദ്ധാവിന്റെ ഒരു സംഭാഷണമാണ്. ഈ ധീരതയുള്ള ഒരു മനുഷ്യൻ മരണത്തെക്കുറിച്ച് സ്വയം പേടിക്കാതെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിലനിൽക്കുകയാണ്. ഇനി ഈ സാന്റിയാഗോയുടെ മറ്റൊരു പ്രത്യേകത ഇവിടെ പറയുന്നത്, ഈ കിഴവനായിട്ടുള്ള ഈ മനുഷ്യൻ സാന്റിയാഗോ അവിടെയുള്ള ഈ സകല ചരാചരങ്ങളോടും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതായത് തോണിയിൽ കടലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കടലിനോടും എല്ലാം സംസാരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തോണിയിൽ വന്നിരിക്കുന്ന ഒരു പക്ഷിയോട് സംസാരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ പക്ഷിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എത്ര വയസ്സായി, ഇത് നിന്റെ ആദ്യത്തെ യാത്രയാണോ, ഇങ്ങനെയൊക്കെ അദ്ദേഹം ആ പക്ഷിയോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അദ്ദേഹം ഇവിടെ പ്രധാനമായിട്ട് നോവലിൽ ചെയ്യുന്നത് മാർലിൻ മത്സ്യത്തെ, അതായത് കൂറ്റൻ വലിയൊരു മാർലിൻ മത്സ്യത്തെയാണ് അദ്ദേഹം പിടിക്കുന്നത്. ഇതിന്റെ ഒരു വിവരണം എന്ന് പറയുന്നത്, മനുഷ്യന്റെ ശക്തിക്ക് അതീതമായിട്ടുള്ള ഒരു ശക്തിയെ മനുഷ്യൻ കീഴ്പ്പെടുത്തുന്നതിന്റെ ഒരു ചിത്രം ആണ് ഈ മാർലിൻ മത്സ്യത്തെ സാന്റിയാഗോ പിടിക്കുന്നതിലൂടെ ഹെമിംഗ്വേ അവതരിപ്പിക്കുന്നത്. അതായത് മനുഷ്യനേക്കാൾ ശക്തിയുള്ള മത്സ്യത്തെ മനുഷ്യൻ പിടിച്ചുകൊണ്ട് അങ്ങനെയുള്ള ശക്തിയെ മനുഷ്യൻ കീഴ്പ്പെടുത്തുന്നതായിട്ട് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്യാണ്. ഇവിടെ സാന്റിയാഗോ ഇങ്ങനെ ഉൾക്കടലിലേക്ക് പോയി ഈ മാർലിൻ മത്സ്യത്തെ പിടിക്കുന്നതിന്റെ, അതിസാഹസികമായിട്ട് മാർലിൻ മത്സ്യത്തെ പിടിക്കുന്നതിന്റെ സൂക്ഷ്മ വശങ്ങൾ ഇദ്ദേഹം കൃത്യമായിട്ട് ഹെമിംഗ്വേ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഇങ്ങനെ ഇദ്ദേഹം ആയുധങ്ങളെ വിട എന്ന പുസ്തകം 1929 പ്രസിദ്ധപ്പെടുത്തിയതിനു ശേഷം കീവെസ്റ്റിലെ താമസ സ്ഥലത്ത് ഹെമിംഗ്വേ മീൻപിടുത്തത്തിലുള്ള റെക്കോർഡുകൾ ഒത്തിരിയധികമായിട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അദ്ദേഹം 468 റാത്തൽ തൂക്കമുള്ള മാർലിൻ മത്സ്യത്തെ ഹെമിംഗ്വേ ഒറ്റയ്ക്ക് പിടിച്ചതിന്റെ റെക്കോർഡ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇന്നും നിലനിൽക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ മീൻപിടുത്ത മത്സരങ്ങളിലും പലതിലും ഹെമിംഗ്വേ തന്നെയാണ് അവിടെ ചാമ്പ്യൻ ആകുന്നത്. അദ്ദേഹം ഗുസ്തിയില്, അതോടൊപ്പം തന്നെ നായാട്ടില്, കാറോട്ട മത്സരങ്ങളില്, ചൂതുകളിയില്, ഇതൊക്കെ എന്നും അജയ്യനായിട്ട് എല്ലാത്തിലും വിജയിച്ചു നിൽക്കുന്ന ഒരാളായിരുന്നു ഈ എഴുത്തുകാരനായിട്ടുള്ള ഹെമിംഗ്വേ.
അദ്ദേഹം ഈ മാർലിൻ മത്സ്യവുമായിട്ടുള്ള പോരാട്ടത്തിന്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് വായിക്കുന്നത് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിൽ അദ്ദേഹം വിജയിക്കുന്ന കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് നോവലിൽ ഈ ഒരു മത്സ്യത്തെ പിടിക്കുന്ന കാര്യത്തൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അദ്ദേഹം കടലിൽ പോയിട്ട് മാർലിൻ മത്സ്യത്തെ പിടിക്കുന്നു. പിടിച്ചിട്ട് തന്റെ തോണിയിൽ അതിനെ കയറ്റാൻ പറ്റാത്തത് കൊണ്ട് തന്നെ തന്റെ തോണിയോട് ചേർത്ത് മറ്റൊരു തോണി എന്നതുപോലെ അതിനെ കെട്ടി വലിച്ചു കൊണ്ടുവരാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം കൊണ്ടുവരുന്ന സമയത്ത് കടൽ മത്സ്യങ്ങൾ ഒത്തിരി ആയിട്ട് വരികയാണ്. അപ്പം മാർലിൻ മത്സ്യത്തെ കൂർത്ത പല്ലുകൾ കൊണ്ട് സ്രാവുകൾ വന്ന് കരണ്ട് തിന്നുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും ഈ മാർലിൻ മത്സ്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സാന്റിയാഗോയ്ക്ക് സാധിക്കുന്നില്ല. അങ്ങനെ താൻ ചൂണ്ടയിട്ട് പിടിച്ച മത്സ്യത്തിന്റെ മാംസം രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്രാവുകളെ തുരത്തുന്ന സാഹസികതയാണ് തുടർന്ന് നോവലിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഇദ്ദേഹം പിടിച്ച ഈ മാർലിൻ മത്സ്യത്തെ മുഴുവനും ഈ സ്രാവുകൾ കൊണ്ടുപോകുന്നു, അത് ഭക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ചൂണ്ടയും ഉളിയും ഒക്കെ സ്രാവുകൾക്ക് നേരെ പ്രയോഗിക്കുമ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവിടെ നമ്മൾ കാണുന്നത് യുദ്ധത്തിൽ വിജയിച്ച പടയാളി ദുരന്തത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു അനുഭവം ഈ കിഴവന് ഉണ്ടാവുകയാണ്. അപ്പൊ മാർലിൻ മത്സ്യത്തെ അദ്ദേഹം കീഴടക്കിയെങ്കിലും സ്രാവുകൾ അതിന്റെ 40 റാത്തനോളം മാംസം കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ ചാട്ടുളിയും ചരടും എല്ലാം തന്നെ ഈ തെരണ്ടി മത്സ്യവും ഒക്കെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ഇവിടെ. പക്ഷേ ഇങ്ങനെയൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: എ മാൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബട്ട് കനോട്ട് ബി ഡിഫീറ്റഡ്. അതായത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് പരാജയപ്പെടാനല്ല എന്നുള്ളൊരു തത്വം അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. അത് അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രമായിട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും സ്രാവിനോട് അദ്ദേഹം പൊരുതുകയാണ്. അവസാനം അദ്ദേഹം ഈ കിഴവനായിട്ടുള്ള സാന്റിയാഗോ തളർന്ന് വിവശനാകുന്നുണ്ട്. ആ സമയത്ത് സ്രാവും അതുപോലെ തളർന്നുപോയി. പക്ഷെ എന്നിട്ടും അദ്ദേഹം സാന്റിയാഗോ സ്രാവിന്റെ മസ്തകത്തില് അടിച്ച് വീഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യന്റെ ഒരു അജയ്യതയിലുള്ള, അതായത് എപ്പോഴും വിജയിച്ചു നിൽക്കുന്ന ഒരു വിശ്വാസവും അതുപോലെ തന്നെ മരണത്തിന് എതിരെ നടക്കാനുള്ള ഒരു അഭിവാജ്ഞയും ഇവിടെ നോവലില് ഏണസ്റ്റ് ഹെമിംഗ്വേ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇവിടെ ഈ നോവലില് സ്രാവിനെതിരെയൊക്കെ പോരാടിയിട്ട് തളർച്ചയുടെ ഒരു പരകോടിയിൽ എത്തിയിട്ടും ഈ കിഴവൻ പരാജയപ്പെടുന്നില്ല. പക്ഷെ അദ്ദേഹം ചെറുതായിട്ടൊരു അടിയറവ് പറയുന്ന ഒരു മുഹൂർത്തമുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ വായിൽ അസാധാരണമായിട്ടൊരു പുളിരസം അനുഭവപ്പെടുന്നു. അപ്പൊ അങ്ങനെ ആ സമയത്ത് അയാള് സമുദ്രത്തിലേക്ക് തുപ്പിക്കൊണ്ട് പറഞ്ഞു: ഗലാനോകളെ, ഇത് നക്കി നുണയൂ, എന്നിട്ട് നിങ്ങളൊരു മനുഷ്യനെ കൊന്നിരിക്കുന്നത് സ്വപ്നം കാണൂ. അതായത് മനുഷ്യനെ കൊന്നിരിക്കുന്ന സ്വപ്നം കണ്ടാൽ മാത്രം മതി, യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയുകയില്ല എന്നുള്ള ധീരമായിട്ടൊരു മറുപടിയാണ് അദ്ദേഹം മീനുകൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അവിടെ കൊന്നുവെന്നല്ല, കൊന്നുവെന്ന സ്വപ്നം കാണാനാണ് അദ്ദേഹം പറയുന്നത്. അതായത് യാഥാർത്ഥ്യത്തെ നിരാകരിക്കാൻ ഇവിടെ നോവലിസ്റ്റ് തയ്യാറല്ല. താൻ മരിച്ചുവെന്ന്, തന്നെ മത്സ്യങ്ങൾ കൊലപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ തന്നെ പരാജയപ്പെടുത്തിയെന്നൊക്കെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരിക്കലും തയ്യാറല്ല. പകരം സ്വപ്നത്തിലൂടെ അതിന് കഴിയട്ടെന്ന് ആശംസിക്കുകയും ചെയ്യണം. അതായത് മനുഷ്യന്റെ ഒരു അജേയതയിലുള്ള വിശ്വാസം, മരണത്തിന് എതിരെ നടക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹം തുടങ്ങിയവയൊക്കെ ഈ വാക്കുകളിലൂടെ ഹെമിംഗ്വേ അവതരിപ്പിക്കുകയും ചെയ്യാണ്. ഇങ്ങനെ മാർലിൻ മത്സ്യത്തെ പിടിച്ച് അതിനെ തുരത്താൻ വന്ന സ്രാവുകളോടൊക്കെ യുദ്ധം ചെയ്ത് അവസാനം സാഹസികമായിട്ട് പിടിച്ച മാർലിൻ മത്സ്യം ഒരു എല്ലിൻ കൂടായിട്ട് മാത്രം ഒടുവിൽ ഈ കിഴവന്റെ കൂടെ കടൽ തീരത്ത് അണയുകയും ചെയ്യാണ്. അങ്ങനെ ഈ കടൽ മത്സ്യങ്ങളൊക്കെ ഭക്ഷിച്ച ആ മത്സ്യത്തിന്റെ മാംസം ഒടുവിൽ ഒരു അസ്ഥി മാത്രമായിട്ട് അവശേഷിക്കുകയും ചെയ്യാണ്. ഇവിടെ ഈ നോവലിന് ഈ പാശ്ചാത്യ നിരൂപകര് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കിഴവനും, സാന്റിയാഗോ എന്ന് പറയുന്ന കിഴവനും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ നോവലിന്റെ അവസാനം കടലിൽ നിന്ന് വരുന്ന ഈ സാന്റിയാഗോ ഈ പാമരവും ഏന്തിക്കൊണ്ട് കുടിലേക്ക് നടന്നു കയറുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ ആ രംഗം കാൽവരി മലയിലേക്ക് കുരിശും ചുമന്നുകൊണ്ട് പോകുന്ന ക്രിസ്തുവിനോട് സാദൃശ്യമുള്ളതായിട്ട് ഈ പാശ്ചാത്യ നിരൂപകർ കണ്ടെത്തുക ചെയ്യാണ്. അതുപോലെ തന്നെ ക്രിസ്തുവിനെ പോലെ ഈ കിഴവനും തളർന്ന് വേച്ച് വീഴുന്നുണ്ട്. ഈ കൈകളൊക്കെ നീട്ടി കൈപ്പത്തി പൊക്കിപ്പിടിച്ചുള്ള ഈ കിഴവന്റെ, സാന്റിയാഗോയുടെ കിടപ്പ് ഈ കുരിശില് ക്രിസ്തു കിടക്കുന്ന അംഗവിന്യാസത്തോട് തന്നെ ചേർന്ന് പോകുന്നതാണെന്ന് പാശ്ചാത്യ നിരൂപകന്മാർ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഭാരതീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ കാണുന്നത് ഈ കിഴവൻ പോരാടി നേടിയതെല്ലാം നിഷ്ഫലമാണെന്ന ദർശനത്തിന് പ്രാധാന്യമേറുന്നു. അതായത് നമ്മൾ ഒത്തിരി അധ്വാനിക്കും, അവസാനം നമുക്ക് കൊണ്ടുപോകാൻ ഒന്നുമില്ല എന്നുള്ളൊരു നിഷ്ഫലതയുടെ ഒരു പ്രാധാന്യത്തിന് ഇവിടെ ഭാരതീയ കാഴ്ചപ്പാടിന് ഇത് പങ്കുവയ്ക്കുകയും ചെയ്യാണ്. അതായത് ഭാരതീയ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സാഹസികമായിട്ട് നേടിയതൊക്കെയും ഈ വിജയത്തിന്റെ പരകോടിയിൽ വ്യർത്ഥമാണ്, ഒന്നുമല്ല എന്നുള്ള ഒരു സത്യമാണ് ഈ മാർലിൻ മത്സ്യത്തിന്റെ അസ്ഥി കൂടെ വെളിപ്പെടുത്തുന്ന കൂടെ ഇവിടെ ലേഖിക എഴുതി വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ സാന്റിയാഗോയ്ക്ക് മത്സ്യത്തെ പിടിക്കാൻ വേണ്ടി മാർലിൻ മത്സ്യത്തെ അദ്ദേഹം പിടിക്കുന്നുണ്ട്. പക്ഷെ അതിനെ കരയിലേക്ക് അതിന്റെ
മാംസം അദ്ദേഹത്തിന് എത്തിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഈ അദ്ദേഹത്തിന് ഈ പിടിച്ച മാറിൽ മത്സ്യത്തെ കാർന്ന് തിന്നാനെത്തുന്ന സ്രാവുകളോടുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടവും ഇതോടെ വ്യർത്ഥമാവുകയാണ്. കാരണം താൻ പിടിച്ച മത്സ്യത്തെ ജീവനോടുകൂടെ കരയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ അധ്വാനവും വ്യർത്ഥമാകുന്നതായിട്ട് നമ്മളിവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ജീവിതത്തിന്റെ പ്രതിസന്ധികളോട് പോരാടി നേടുന്ന പലതും വ്യർത്ഥം, അതായത് അർത്ഥശൂന്യമാണെന്ന ഒരു ആശയവാദത്തിലേക്ക് ഈ നോവല് കടക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ നോവലുകളൊക്കെ കാണുന്നത് പല അധ്യായങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. പക്ഷെ ഈ നോവല് അധ്യായങ്ങളായോ ഭാഗങ്ങളായിട്ടൊന്നും തിരിച്ചിട്ടില്ല. ഒരു കഥ പോലെ തന്നെ അത് മുന്നേറുകയാണ്. ഇതിൽ ഒത്തിരി കഥാപാത്രങ്ങളൊന്നുമില്ല, 2-3 കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. മുഖ്യ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഈ കിഴവനും കടലുമാണ്, സാന്റിയാഗോയും കടലുമാണ്. അവര് നായകനും പ്രതിനായകനും ഒക്കെ ആയിട്ട് മാറുന്നു. പിന്നെ മനോലിനുണ്ട്, പിന്നെ മാർലിൻ മത്സ്യമുണ്ട്, സ്രാവുകളുണ്ട്. ഇങ്ങനെയുള്ള ചുരുക്കം കഥാപാത്രങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ചുരുക്കത്തില് ഈ നോവല് ഉയർത്തുന്ന ദാർശനികമായിട്ടുള്ള ഒരു അർത്ഥം എന്ന് പറയുന്നത് ഒരു വ്യർത്ഥതയുടേതാണ്. അതായത് ശൂന്യതയുടെ, വ്യർത്ഥതയുടെ ഒക്കെ ആയിട്ടുള്ള ഒരു ആശയമാണ് ഈ നോവല് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ജീവിതം പൊരുതി നേടാനുള്ളതാണെന്നുള്ള ഒരു പാഠവും കൂടെ ഈ നോവല് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഹെമിംഗ്വേയുടെ ജീവിതം തന്നെയാണ് ഈ കൃതിയിലൂടെ ആവിഷ്കരിക്കുകയും ചെയ്യുന്നത്. അതായത് ജീവിതം എന്ന് പറയുന്നത് വെറുതെ നഷ്ടപ്പെടുത്താനുള്ളതല്ല, പൊരുതി നേടാനുള്ള ഒന്നാണെന്ന് ഈ നോവല് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നോവലുകളിൽ സ്ത്രീ പുരുഷന്മാരുടെ ബന്ധങ്ങളോ അല്ലെങ്കിൽ അവരുടെ പ്രണയമോ ഒന്നും, ആർദ്രതയോ ഇതൊന്നും അങ്ങനെ കൂടുതലായിട്ട് കൊണ്ടുവരുന്നില്ല. മറിച്ച് ജീവിതത്തിന്റെ ഒരു ആത്യന്തികമായിട്ടുള്ള സത്യം എന്താണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ നോവല് പ്രധാനമായിട്ടും ശ്രമിക്കുന്നത്. RB ശ്രീകല ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വാർദ്ധക്യത്തിന്റെ ഏകാന്തതയിലും പരാധീനതകളിലും മനസ്സ് തളരാത്ത ജീവിതാസക്തിയുടെ ലവണജല പ്രവാഹത്തിൽ നീന്തി തുടിക്കുകയാണ് ഹെമിംഗ്വേയുടെ നോവലിലെ കിഴവൻ. ഇങ്ങനെ അദ്ദേഹം ഈ ലേഖനം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പാഠഭാഗം എല്ലാവരും കൃത്യമായിട്ട് വായിക്കുക, അതോടൊപ്പം ഈ ക്ലാസ് കേൾക്കുകയും ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.